പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഹല്ലേലൂയ. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് ആത്മീക ഉണ്ടാകണം. വചനം, നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കും ഓരോ വചനവും കേൾക്കുന്ന ഓരോ മനുഷ്യനും ആത്മീക വർധനയ്ക്ക് ഉതകുന്നതായി തീരണം. അത് കൃപ ലഭിക്കുവാൻ കാരണമായി തീരണം. ഹല്ലേലൂയ. ആകാത്തതൊന്നും, മനുഷ്യനെ തകർക്കുന്നതൊന്നും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങളെ പരിശുദ്ധാത്മാവ് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുക. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിലെ വാക്ക് ഒരു തീ തന്നെയെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. വാക്ക് ഒരു തീയ, നാവ് ഒരു തീയ. ആ തീ കൊണ്ട് വലിയ കാടുകളെ കത്തിക്കാൻ സാധിക്കും. ചെറിയ തീ മതി വലിയ കാടിനെ കത്തിക്കാൻ സാധിക്കും. ഇന്ന് പകൽക്കാലവും നമ്മുടെ വായിലെ വാക്കിന് വലിയ ശക്തിയുണ്ട്. സദൃശ്യവാക്യം 18:21 വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുന്നു. ജീവനും മരണവും നമ്മുടെ വാക്കിൻ്റെ അധികാരത്തിലാണ്. നാം വാ തുറന്ന് എന്ത് കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിപ്പാൻ ഹല്ലേലൂയ ഇടയായിത്തീരും. നമ്മുടെ വാക്കിന് ശക്തി തന്ന കർത്താവ് അത്രേ നമ്മുടെ കർത്താവ്. അവൻ ജീവനുള്ള ദൈവമാണ്. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മന്ദിരമായി തീരുമ്പോൾ, നമ്മുടെ അവയവങ്ങൾ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെ അത്രേ. നമ്മുടെ നാവ് ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാവ് തുറന്ന് നാം പിറുപിറുക്കാതെ, കുറ്റം പറയാതെ, മനുഷ്യരെ വിധിക്കാതെ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ വാ തുറക്കണം. നമ്മെ കേൾക്കുന്ന ഏത് വ്യക്തിയായിക്കോട്ടെ, ഏത് വ്യക്തിയെയും പണിയുവാൻ വാക്കുകൾക്ക് സാധിക്കും. ഹല്ലേലൂയ. യെരമ്യാവിൻ്റെ നാവിനെ തൊട്ടതുപോലെ നമ്മുടെ നാവിനെയും കർത്താവ് വേർതിരിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേരത് വിശ്വസിക്കുന്നു? ചിലത് പൊളിപ്പാൻ, ചിലത് പണിയാൻ, ചിലതിനെ ഹല്ലേലൂയ എൻകറേജ് ചെയ്യുവാൻ നമ്മുടെ വായിൽ വാക്ക് തന്ന ഒരു കർത്താവിനെയാണ് നാം അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തണം. പലരുടെയും വാക്കുകൾ ജീവിതങ്ങളെ തകർക്കുന്ന വാക്കാണ്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ വായിലെ വാക്ക് തളർന്നിരിക്കുന്ന ഏതു മനുഷ്യനെയും ബലപ്പെടുത്തുന്ന വാക്കായിരിക്കണം. നിങ്ങൾക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ പടകിൽ കയറിയപ്പോൾ അവൻ കപ്പലിൽ കയറി റോമയിലേക്ക് പോകുന്ന വഴിയിൽ വലിയ ഓളങ്ങളും തിരമാലകളും ഈശാന മൂലനും അടിച്ചു. പടക് തകരും എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഹല്ലേലൂയ തൻ്റെ വാക്ക് ഹല്ലേലൂയ ആരും കേട്ടില്ല. താൻ അവർക്കുള്ള നല്ല വാക്കുകളെ പറഞ്ഞപ്പോൾ മാലുമിയുടെ വാക്കുകൾ, കപ്പിത്താൻ്റെ വാക്കുകൾ അവർക്ക് വലുതായി തോന്നി. അവർ ലോകത്തിൻ്റെ വാക്കുകളെ കേട്ടു, ലോകത്തിൻ്റെ ജ്ഞാനത്തെ ശ്രദ്ധിച്ചു. എന്നാൽ ഒരു ദൈവ പൈതൽ എപ്പോഴും പറയുന്ന വാക്കുകൾ മനുഷ്യരെ പണിയുന്ന വാക്കുകളാണ്, മനുഷ്യരെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ്. ആ വാക്ക് കേട്ടിട്ട് പൗലോസിൻ്റെ വാക്കിനെ അവർ കോട്ടിക്കളഞ്ഞു. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില മാലുമിമാർ ഉണ്ടായിരിക്കാം, ചില കപ്പിത്താന്മാരുണ്ടായിരിക്കാം, അറിവുള്ളവർ ചുറ്റും കാണും, ഹല്ലേലൂയ ജ്ഞാനികൾ കാണും, നിങ്ങളുടെ ചുറ്റും പരിചയസമ്പന്നയുള്ളവർ കാണും. നിങ്ങൾ അവരുടെ വാക്ക് നല്ല വാക്കാണ്, അതൊന്ന് കേട്ടാട്ട്. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ അനുസരിക്കേണ്ടത് കർത്താവിൻ്റെ വാക്കത്രേ. കർത്താവിൻ്റെ വാക്ക് ലോകത്തിൻ്റെ മുമ്പാകെ ഭോഷത്വമാണെങ്കിലും കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അത് ശക്തിയുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അകത്ത് അധികാരമുണ്ട്. ആ വാക്ക് നമ്മെ തകരത്തില്ല, നമ്മളെ തകർത്ത് കളയത്തില്ല, പിന്നെയോ അത് പണിതെടുത്ത് നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റും. ഇന്ന് രാവിലെ സമയത്തും ദൈവത്തിൻ്റെ വാക്കിന് നാം ചെവി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ പതിയും. ഹൃദയത്തിൻ്റെ മാംസപ്പലകളിൽ ആ വചനം എഴുതും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ വായ് ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയത്തിൽ ശുഭവചനം കവിയുമ്പോൾ അതിൻ്റെ വായിലൂടെ പുറത്തു വരും. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനകത്ത് നിറച്ച് നിങ്ങളുടെ വായിക്കകത്തോട് അത് നിങ്ങൾ പുറപ്പെടുവിക്കണം. അതുകൊണ്ട് ആ വാക്യങ്ങൾ മനുഷ്യരെ പണിയുന്ന വാക്കുകൾ അത്രേ,
ബലപ്പെടുത്തുന്ന വാക്കത്രേ, സൗഖ്യമാക്കുന്ന വാക്കത്രേ. മനുഷ്യൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അതായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ വായിൽ നിന്ന് ആ വാക്കേ വരത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നാം അതികാലത്തെ ദൈവവചനം വായിക്കും, ദൈവവചനത്തെ അയവർക്കും, ദൈവിക പ്രവർത്തികളെ ധ്യാനിക്കും, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെയെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തിലും മനുഷ്യർക്ക് കൃപ ലഭിപ്പാൻ തക്കവണ്ണം സംസാരിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഏത് സമയത്തും മനുഷ്യരെ പണിയുന്ന വാക്കുകൾ പറയാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ വാക്കുകൾ ഹല്ലേലൂയ അത് ഗുണീകരണത്തിനും അത് ശാസനത്തിനും അത് മനുഷ്യരെ പണിയുന്നതിനും ഉതകുന്നതത്രേ. നീതിയുടെ അഭ്യാസത്തിന് ഉതകുന്നതത്രേ. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് കൂടുതലായി ദൈവത്തിൽ നിന്ന് കേൾക്കാം. ദൈവത്തിൽ നിന്ന് നാം കേൾക്കുമ്പോൾ ദൈവിക വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടും. ആകാത്തതൊന്നും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇന്ന് പകൽക്കാലം നാം പോകുന്ന വഴികളിൽ വരുന്ന വഴികളിൽ കർത്താവിൻ്റെ വചനം വിളിച്ചു പറയാം. കർത്താവിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിന് ചുറ്റും കേൾക്കട്ടെ. നിങ്ങളുടെ പറമ്പിലെ സസ്യങ്ങൾ കേൾക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാർ കേൾക്കട്ടെ. ആകാശത്തെ നോക്കി, ഭൂമിയെ നോക്കി, പ്രപഞ്ചത്തെ നോക്കി ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ വചനം വിളിച്ചു പറയാം. കർത്താവിൻ്റെ വചനം സകല സൃഷ്ടികളും കേട്ട് ദൈവത്തെ ആരാധിക്കട്ടെ. തങ്ങളുടെ സൃഷ്ടാവിൽ അവർ ആനന്ദിക്കട്ടെ. കർത്താവ് നമ്മളെ ബലത്തോടെ നടത്തുന്നതിനാൽ സ്തോത്രം. ഈ ദൈവവചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.